ഉണ്ടാക്കുന്നതുകൊണ്ട് പറയില്ല, സംഭവം എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ബൗൾ എടുക്കുക. നമ്മുടെ സാധനങ്ങൾ എടുത്ത് ഇത് മൈദയും അതേപോലെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കുറച്ച് സോൾട്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച മിക്സാണ്. ഇതെന്താ പറയുക, കുറേ അരിച്ചൊക്കെ എടുത്തിട്ടുള്ള മിക്സാണ്. നല്ല സോഫ്റ്റ് ആക്കിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം. മധുരം പാകത്തിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു കപ്പ് പാല് അവിടെ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടി നന്നായിട്ട് ഇതിലേക്ക് ആഡ് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർത്ത ടൈമിലേക്ക് കുറച്ച് ഓവറായി തോന്നി, പക്ഷേ ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം, കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് ഒരു ഓവർ ലൂസല്ല ഓവർ ടൈറ്റും അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ബാറ്റർ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ലൂസിൽ നമുക്ക് ബട്ടറും അതേപോലെ ഡാർക്ക് ചോക്ലേറ്റും കൂടി ഒന്ന് മെൽറ്റാക്കി എടുത്തത് ആ ഉള്ളിൽ വെച്ചിട്ട് ഇതായിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രസമുണ്ട്. മിക്സ് ചെയ്ത് നമ്മുടെ മിക്സ് കറക്റ്റ് പാകത്തിൽ ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട പാനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് ഇതിലേക്ക് വേണ്ടത്. പക്ഷേ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ചട്ടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഷേപ്പ് കിട്ടിയാൽ പോരെ. അപ്പം ഈ ചട്ടിയിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എങ്ങനെയും കാണിച്ചാൽ ഒഴിച്ചു കൊടുക്കാനില്ല, അതിൻ്റെ മേലെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാണ്ട്. അപ്പം ഈ ഒരു പാനിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ. ഇതുപോലെ കുറച്ച് വയ്ക്കാം. ഇനി അടുത്തേക്ക് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ മൊത്തത്തിൽ എല്ലാത്തിലും ഒരു പകുതി നിറച്ച് വെച്ചാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ പീസസ് ആക്കിയിട്ട് ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് ലാവ കേക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലാവ പോലെ ചോക്ലേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ ഓരോ ചോക്ലേറ്റ് പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്ലോപ്പ് ആവുമോ എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ ഓരോന്ന് എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും ഇതിനെന്താ പറ്റിയ എന്നുള്ള ഒരു പാഠം ഒന്ന് കിട്ടല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇനി ചോക്ലേറ്റ് ഇതിന് മേലേക്ക് ഈ ബാറ്റർ ആഡ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം.